IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനും ഇന്ത്യയ്ക്കും വേണ്ടി കളിച്ചതുൾപ്പെടെ ക്രിക്കറ്റിലെ ചരിത്ര നിമിഷങ്ങൾക്ക് ഒരുമിച്ച് സാക്ഷിയായവരാണ് എം.എസ്. ധോണിയും ഹർഭജൻ സിംഗും. 2007-ൽ ധോണി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി വന്നപ്പോൾ ഹർഭജൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പിന്നർ. 2007-ലെ ടി20 ലോകകപ്പിലും 2011-ലെ ഏകദിന ലോകകപ്പ് വിജയത്തിലും ഹർഭജൻ സിംഗ് നിർണായക പങ്കുവഹിച്ചു. അശ്വിന്റെയും ജഡേജയുടെയും മുന്നേറ്റത്തെ തുടർന്ന് ഹർഭജൻ സിംഗ് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി. 2016-ലെ ട്വന്റി മത്സരത്തിലാണ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഹർഭജൻ സിംഗ് ഒടുവിലായി ഇന്ത്യയ്ക്കായി കളിച്ചത്. 2007-ലെ ട്വന്റി ലോകകപ്പ് വിജയം, 2011-ലെ ഏകദിന ലോകകപ്പ് വിജയം, ചെന്നൈ സൂപ്പർ കിങ്സിനായി ഉൾപ്പെടെ എം.എസ്. ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ് ഹർഭജൻ സിംഗ് കളിച്ചത്. എന്നാൽ ധോണിയുമായി സംസാരിക്കാറില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓഫ് സ്പിന്നറായ ഹർഭജൻ സിംഗ്. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഹർഭജൻ സിംഗ് ഇക്കാര്യം പറയുന്നത്. വ്യക്തിപരമായി എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടാണോ തന്റെ ഫോൺ കോളുകളോട് ധോണി പ്രതികരിക്കാത്തതെന്നും ഹർഭജൻ സിംഗ് ചോദിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിലായി ധോണിയോട് സംസാരിക്കുന്നത്. എനിക്കവനോട് വിരോധമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് 10 വർഷമായി. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അവൻ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും പറയുമായിരുന്നു. എല്ലാവരോടും നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളെ ബഹുമാനിച്ചാൽ അവർ തിരിച്ചും നമ്മളെ ബഹുമാനിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. IPL-ൽ ഒരുമിച്ച് കളിച്ചപ്പോഴും മൈതാനത്ത് വെച്ച് മാത്രമാണ് ധോണിയോട് സംസാരിച്ചിട്ടുള്ളത്. ഈ 10 വർഷത്തിനിടയിൽ ഒരു വട്ടം പോലും ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ തവണ ഫോണിൽ വിളിച്ചിട്ടും മറുപടി കിട്ടാതെ വന്നാൽ പിന്നീട് ആരും വിളിക്കാൻ നിൽക്കില്ലല്ലോ. IPL 2022-ൽ നിന്ന് ഹർഭജൻ സിംഗ് പിന്മാറിയതോടെ CSKയുമായുള്ള ബന്ധവും അതോടെ അവസാനിച്ചു. അതിനുശേഷം ധോണിയെ രൂക്ഷമായി വിമർശിച്ചവരിൽ ഒരാളാണ് ഹർഭജൻ സിംഗ് എന്നതും ശ്രദ്ധേയമാണ്. ധോണിയെക്കുറിച്ചുള്ള ഹർഭജൻ സിംഗിന്റെ പരാമർശം ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. 103 ടെസ്റ്റുകളിൽ നിന്ന് 417 വിക്കറ്റ് വീഴ്ത്തിയ ബോളിംഗ് മഹാനായ ഹർഭജൻ ധോണിയുമായുള്ള തന്റെ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചില്ല. എന്നാൽ CSKയുടെ തലയുമായുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഇന്ത്യയിൽ കളിക്കുന്ന ദിവസങ്ങളിൽ ഗ്രൗണ്ടിൽ മാത്രമായി ഒതുങ്ങിയെന്നതാണ് വസ്തുത.